ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ദിക്റാണ്. പ്രത്യേകതരം ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു സൂറത്താണ്. ആ സൂറത്ത് ചെല്ലിയാൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. ആ സൂറത്ത് ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ 3 കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന്, ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. 2, കച്ചവടങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റിത്തരും. 3, ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി ഉണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തും ഉണ്ടാകും. അത്തരത്തിൽ പ്രതിസന്ധികളില്ലാതെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമായ ഒരു സൂറത്താണ് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. ഇതൊരു ചരിത്രത്തിലൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ, വലിയ മഹാനാണ് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു, എന്റെ ഭർത്താവ് വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ആളാണ്. എന്റെ ഭർത്താവിന്റെ ജോലിയിൽ ഒരു അഭിവൃദ്ധിയില്ല. മക്കൾ എപ്പോഴും മോശപ്പെട്ട സ്വഭാവങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും കുടുംബത്തിലാണെങ്കിൽ ആകെ പ്രതിസന്ധിയാണ്. ഇതൊന്ന് പരിഹരിച്ചു തരാൻ മഹാനുഭാവൻ എനിക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം തരണമെന്ന്, ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പര്യാപ്തമായ ഒരു നിർദ്ദേശം തരണമെന്ന് പറഞ്ഞപ്പോൾ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറയുകയാണ്, ഞാൻ നിനക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന് നിർദ്ദേശിച്ചു കൊടുത്ത ഒരു സൂറത്തിനെ കുറിച്ചാണ്. ആ സൂറത്ത് നീ ജീവിതത്തിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ, പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നീ പോലും അറിയാതെ നിന്റെ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറിക്കിട്ടാൻ ഇത് പരിഹാരമാണ്. ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്ത് കിട്ടാൻ ഇത് പരിഹാരമാണ്. മക്കളുടെ മോശപ്പെട്ട സ്വഭാവങ്ങൾ മാറിക്കിട്ടാൻ ഇത് പരിഹാരമാണ്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടി സമ്പത്ത് വർദ്ധിക്കാൻ ഇത് പരിഹാരമാണ്. ജോലിയിൽ അഭിവൃദ്ധി കിട്ടാൻ ഇത് പരിഹാരമാണ്. അപ്പോൾ സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചു കൊടുത്ത, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവർക്ക് വളരെ വീടുകളില്ലായിരുന്നു, വളരെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതമായിരുന്നു. ഇത് വന്ന് സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹ എന്ന് പറയുന്ന സൂറത്ത്. സൂറത്തുൽ ളുഹ എന്ന് പറയുന്ന സൂറത്ത് സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മഗ്രിബ് നിസ്കാരാനന്തരം ആ ഇരിപ്പിൽ ദുആ നിർവഹിച്ചതിന് ശേഷം അതേ ഇരിപ്പിൽ തന്നെ 11 പ്രാവശ്യം സൂറത്തുൽ ളുഹ പാരായണം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല. അനുയോജ്യമായ ജോലി നമുക്ക് ലഭിക്കുകയാണ്. ഭർത്താക്കന്മാരുടെ ദുശീലങ്ങൾ മാറുകയാണ്, ദുസ്വഭാവങ്ങൾ മാറുകയാണ്, മക്കൾ നന്നാവുകയാണ്, കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറിക്കിട്ടുകയാണ്. എല്ലാ പ്രതിസന്ധികളും മാറാൻ മഗ്രിബ് നിസ്കാരാനന്തരം 11 പ്രാവശ്യം സൂറത്തുൽ ളുഹ നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളും നമുക്ക് മാറിക്കിട്ടുകയാണ്. ഇത് സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ വിശദീകരിച്ചു കൊടുത്ത സൂറത്താണ്. നല്ല ജോലി ലഭിക്കാൻ, നല്ല ഹൈറായ ജോലി ലഭിക്കാൻ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും, കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ സൂറത്ത് മഗ്രിബ് നിസ്കാരാനന്തരം പാരായണം ചെയ്തു നോക്കൂ. 11 പ്രാവശ്യം സൂറത്തുൽ ളുഹ അതേ ഇരിപ്പിൽ തന്നെ നിങ്ങൾ പാരായണം ചെയ്യും. ഇൻഷാ അല്ലാഹ് മാറ്റടികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നിട്ട് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ സഹോദരി വന്നിട്ട് പറയുന്നു, ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, തങ്ങളെ, എന്റെ ഭർത്താവിന്റെ എല്ലാ സ്വഭാവങ്ങളും മാറി, ഇപ്പോൾ കടക്കണിയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി, എന്റെ മകന്റെ എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളും മാറി, ഇപ്പോൾ സന്തുഷ്ടയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു ആ സഹോദരിയെ മടക്കി അയക്കുകയാണ്. അത്തരത്തിൽ 11 പ്രാവശ്യം മഗ്രിബ് നിസ്കാരാനന്തരം ഇത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.